ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് തന്ന ഒരു ആലോചന. ദയവായി എല്ലാവരും പുസ്തകം എടുക്കാം. നമുക്ക് വാക്യം സ്ക്രീനിലും ലഭിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം. The Gospel according to Luke, chapter 12, verses 13 onwards. ആ സെക്ഷൻ മുഴുവനും വായിക്കാനുള്ള സമയമില്ല. ഈ ദൈവവചന പഠനം ആഗ്രഹിക്കുന്നവർക്ക് 13 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആ കോണ്ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം മനസ്സിലാകും. പക്ഷേ അതിനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് നാം വായിക്കാൻ പോകുന്നത് 12-ാം അധ്യായം 13-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ ദയവായി ഒരാൾ വായിച്ചാട്ടെ. ഗുരു, ഞാനുമായി അവകാശം പങ്കുവെക്കുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവരോ ആക്കിയത് ആരെന്ന് ചോദിച്ചു. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറെ ആണ്ടുകൾ മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ ആകുന്നു. ഇങ്ങനെയാകുന്നു. എങ്ങനെയാ? ഇങ്ങനെ. ദൈവവിഷയമായി സമ്പന്നൻ ആകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച അനേക ഉപമകളിൽ ഒരു ഉപമയാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ എല്ലാം ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് ഒരു പാരബിൾ ഇല്ലസ്ട്രേറ്റഡ് സ്റ്റോറിയാണ്. ചിലയിടത്ത് ഞാൻ ചെന്ന് പ്രസംഗിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്, എത്ര വർഷം കഴിഞ്ഞാലും പാസ്റ്റർ എന്ന് പറഞ്ഞ സ്റ്റോറി എനിക്ക്, ഞാൻ ചോദിച്ചു അന്ന് പ്രസംഗിച്ച എന്തുമായിരുന്നു, ഒരു പിടിയില്ല. അപ്പം ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സ്ട്രൈക്കിംഗ് ആയി യേശു കഥ പറഞ്ഞു, ഉപമ പറഞ്ഞു. യേശുവിൻ്റെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ സ്കിറ്റ് കാണിച്ച്. ഇപ്പം ഇനി ഇത് കേട്ടേച്ച് നാളെ മുതൽ സ്കിറ്റ് കാണിക്കരുത്. കർത്താവ് കാണിച്ചല്ലോ സ്കിറ്റ്, നല്ലതാണ്. ആനിവേഴ്സറിക്കും അതൊക്കെ വരുമ്പോൾ സ്കിറ്റ്. യേശു ക്രിസ്തു കുഞ്ഞുങ്ങളെ അടുക്കൽ വിളിച്ചു പാഠം പഠിപ്പിക്കാൻ. ഇവരെ പോലെ നിങ്ങൾ ആയി വരുന്നില്ലെങ്കിൽ ഒരൊറ്റ ഒരുത്തനും കയറത്തില്ല. അത് മനസ്സിലാക്കാൻ വലിയ വലിയ പ്രസംഗങ്ങളെക്കാട്ടിൽ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു യേശുവിൻ്റെ ആ മെത്തഡോളജി. മറ്റൊരു മെത്തഡോളജി എന്ന് പറയുന്നത്, യേശു മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞല്ല, അവസാനം തന്നെത്താൻ കുനിഞ്ഞു. അവൻ ടവൽ എടുത്തു ചുറ്റി, അവൻ പാത്രമെടുത്തു, അവൻ വെള്ളമെടുത്തു, അവൻ കുനിഞ്ഞ് ഇരുന്ന ശിഷ്യന്മാരുടെ പാദങ്ങളെ അവൻ കഴുകി. അതവർ മറക്കില്ല. ഇതൊക്കെയുള്ള രീതിയായിരുന്നു. അതുകൊണ്ടാണ് ക്ലാസ് റൂമിലൊക്കെ പഠിപ്പിക്കുമ്പോൾ വെറും ലെക്ചർ മെത്തേഡ് മോണോലോഗ് മാത്രമല്ലാണ്ട് ചരണ്ടൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നവരൊക്കെ. നമ്മളൊക്കെ പഠിക്കുന്നത് ചിലർ കേട്ടു പഠിക്കും, ചിലർക്കാണെങ്കിൽ എന്തെങ്കിലും വിഷ്വൽ കാണണം. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞു ഇവിടെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കണ്ടേച്ച് നോക്കിക്കിരിക്കും. പവർ പോയിന്റ്, ഇങ്ങനെയുള്ള പല മെത്തഡോളജി വെച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ചിന്തയിലേക്ക് മടങ്ങി വരാം. എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് ബീയിങ് റിച്ച് ടുവേർഡ്സ് ഗാഡ്. ദൈവവിഷയമായി നാം സമ്പന്നർ ആകണം. ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ദൈവം എന്തെങ്കിലും ഒരു തീരുമാനം
എടുത്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ഒത്തിരി ഉണ്ട്. ഒരു തീരുമാനം എടുത്തിട്ട് വേണം പ്രാക്ടിക്കലായി ഈ കേട്ട ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനും എൻ്റെ കുടുംബത്തിലും ഈ ഒരു തീരുമാനം എടുക്കും എന്ന ഒരു തീരുമാനം ദയവായി നിങ്ങൾ എടുക്കണം. ദയവായി നോക്കിക്കട്ടെ 13ാമത്തെ വാക്യം. പുരുഷാരത്തിൽ ചിലർ, ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പുരുഷാരത്തോടും ശിഷ്യന്മാരോടും സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. യേശു എവിടെ ചെന്നാലും ആരെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കും, ചിലർ സ്റ്റേറ്റ്മെൻറ്റ് നടത്തും. ഇവിടെ ഒരുത്തൻ പറയുകയാണ്, ടു ഗെറ്റ് ഹിസ് പോർഷൻ ഓഫ് ഇൻഹെറിറ്റൻസ് ഫ്രം ഹിസ് ബ്രദർ. അന്നേരം യേശു നമ്മുടെ ജീവിതത്തിലുള്ള സമ്പത്തിനെ കുറിച്ച് പഠിപ്പിക്കുവാൻ ആ ചോദ്യം കർത്താവ് എടുത്തു. നമ്മളെല്ലാം ഇവിടെ എന്തിനാ വന്നേ? സായിപ്പിനെ കാണാനാണോ? അല്ലല്ലോ. സായിപ്പിനെ നന്നാക്കാനാണോ വന്നേ? പ്രൈമറിലി അതൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ വന്നത് ആണ്ട് ഷീബ കറക്റ്റായിട്ട് പറഞ്ഞു. ഷീബ എന്ന് പറഞ്ഞത് ഷാജിയുടെ ഷീബായ പറഞ്ഞത്. വേറെ ഷീബമാരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പൈസ ഉണ്ടാക്കാനാ വന്നേ. സത്യസന്ധമായി പറഞ്ഞു, ഇതിനാ വന്നേ. പക്ഷെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം, ഇത് എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട, ഇക്കാര്യങ്ങളാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ കർത്താവ് 15ാമത്തെ വാക്യം ദയവായി വായിച്ചാട്ടെ. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. 2 പദങ്ങൾ, വേഴ്സ് 15, ബിവെയർ ആൻഡ് ഗാഡ്. ശ്രദ്ധിച്ചോ എല്ലാവരും? വാച്ച് ഔട്ട്, ബി കെയർഫുൾ. ഇത് ഒരു മിലിറ്ററി ഇമേജറിയാണ്. ഈ പദങ്ങളൊക്കെ ബി വിജിലന്റ്, ഗാഡ്, ബിവെയർ, ഇതൊക്കെ എനിമീസ് വരുമ്പോൾ അവരിൽ പെടാതെ, ശത്രുവിൻ്റെ കരങ്ങളിൽ പെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള വാണിങ്ങിന് ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ് യേശു ഇവിടെ ഉപയോഗിച്ചത്. That means if you are not careful to handle your life, like an enemy destroys a city, you will be destroyed. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ നന്നായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഗാഡ് അഗൈൻസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് കവച്വസ്നെസ്. ആ കവച്വസ്നെസ് മലയാളത്തിൽ നമ്മൾ വായിച്ചത് ദ്രവ്യാഗ്രഹം. അത് നമ്മളങ്ങനെ പറഞ്ഞു പോകും, ദ്രവ്യാഗ്രഹം. എനിക്കങ്ങനെ വലിയ ദ്രവ്യത്തോട് വലിയ ആഗ്രഹമൊന്നുമില്ല, പിന്നെ വല്ലപ്പോഴും ചിരി. ഉപവാസ പ്രാർത്ഥനയും ആരാധനയും പ്രാർത്ഥനയും നമ്മുടെ സഭയിൽ നടക്കുമ്പോൾ ഓവർ ടൈം ഡ്യൂട്ടി ആവുന്നത് ഒഴിവാക്കാമെങ്കിൽ ഒഴിവാക്കി പ്രയോറിറ്റി കർത്താവിന് കൊടുത്ത് ആ ഒരു ജീവിതത്തിനു വേണ്ടി നമ്മൾ തീരുമാനമെടുക്കണം. അപ്പം നിങ്ങൾ പറയും, ഞങ്ങളുടെ കാര്യം പാസ്റ്റർക്ക് അറിയത്തില്ലല്ലോ. കർത്താവിന് അറിയാമല്ലോ. അറിയാവോ? അത് നമ്മൾ ചിന്തിക്കും. കർത്താവിന് നന്നായിട്ട് അറിയാം. ഞാൻ ഈ നാട്ടിൽ 95 വന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു മലയാളിയെ കാണാൻ കൊതിയായിരുന്നു. ഒരു മനുഷ്യനും സഹായിക്കാൻ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ആരുമില്ലായിരുന്നു.
ഒരു സമയത്ത് 6 മാസത്തിനകം 5 അക്കോമഡേഷൻസ് ഞാനും എൻ്റെ ഭാര്യയ്ക്കും ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, എത്ര ഉപവസിച്ചും പ്രാർത്ഥിച്ചുവാണ് ഞാനിവിടെ എത്തിയേ. പഠിക്കാൻ വന്നതാണ്, PhD ചെയ്യാൻ. ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് മരിച്ചുപോയി ഓക്സ്ഫോർഡിൽ വെച്ച്. ബാഗും എല്ലാം കൂടെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. തള്ളപ്പൂച്ച കൊച്ചു പൂച്ചയെ പൊക്കിക്കൊണ്ട് പോകുന്ന പോലെ നമ്മുടെ ഒരു ജീവിതം. ഞാൻ ചോദിച്ചു, കർത്താവേ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? അന്ന് ഞാൻ ഒരു സ്റ്റുഡൻ്റാണ്. ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് സമയം ലഭിക്കുന്നത് പോലെ 1-2 ഉദാഹരണങ്ങൾ ഞാൻ ഇതോടുള്ള ബന്ധത്തിൽ പറഞ്ഞു. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ വിശ്വാസം ബലപ്പെടുത്താൻ വേണ്ടി. കർത്താവ് അറിയാതെ ഒന്നും ഭവിക്കത്തില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നത് എന്തും, അത് നല്ലതായാലും അല്ലാത്തതായാലും, നമുക്ക് തോന്നുന്ന നല്ലതായാലും അല്ലാത്തതായാലും, നമ്മുടെ ദൈവം അറിയാതെ നമുക്ക് ഒന്നും ഭവിക്കുന്നില്ല. അവൻ ദോഷത്തിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അത് വിശ്വസിക്കണം. അപ്പൊ കർത്താവ് പഠിപ്പിച്ചു തുടങ്ങിയാണ് കവച്ചസ്നെസ്. 2 പദം ചേർത്താ ഉണ്ടായിരിക്കുന്നത്. ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആദ്യത്തെ അർത്ഥം എന്ന് പറയുന്നത് ഡിസയറിങ് മോർ, അല്ലെങ്കിൽ എനിക്ക് വേണം, ആവശ്യത്തിലധികം വേണം. അതാണ് അതിൻ്റെ അർത്ഥം. ആവശ്യമല്ല, പിന്നെ I want more than what I need. മനസ്സിലായോ? അതിൻ്റെ പേരാണ് കർത്താവ് പറഞ്ഞ് ഇത് സൂക്ഷിച്ചോണം. ഇതാരെ പോലെന്നറിയാമോ? ഒരു പട്ടണത്തെ തകർത്ത് കളയുവാൻ വരുന്ന എനിമി, ശത്രു പട്ടാളത്തിനോട് തുല്യമാണ്. എന്ത്? എനിക്ക് പിടിക്കണം, നേടണം, എനിക്ക് മറ്റുള്ളവനേക്കാൾ വലിയവനാകണം എന്നുള്ള ഈ പറഞ്ഞ മുഷ്ടിപിടുത്തം ഉണ്ടല്ലോ. ഇവിടെയുള്ള പല ഗ്രേഡുള്ള സഹോദരിമാർ കാണും ഇവിടെ. ഇത്രയും ഞാൻ അങ്ങ് തീർത്തു പറയുന്നത്, നിങ്ങളുമായിട്ട് എനിക്കൊരു ചെറിയ ബന്ധമുണ്ട്, ഇല്ലയോ? ഇല്ലേ? ഏതാണ്ട് ഒരു 15 വർഷത്തോളം ഇവിടെ വന്ന് ഞാൻ 2003 മുതലാണ്, 4 മുതൽ 2019 വരെയെങ്കിലും ഇവിടെ തുടർമാനമായിട്ട് ഞാൻ വരുമായിരുന്നു. കൂടുതൽ ആൾക്കാർ എനിക്ക് പരിചയമില്ലാത്തവരാണ്, എങ്കിലും ഞാൻ ആ ഫ്രീഡം അങ്ങ് എടുക്കുക. ഇവിടെ പല ഗ്രേഡുള്ളവർ കാണും. പക്ഷെ ഗ്രേഡ് വെച്ച് തമ്മിൽ അങ്ങനെ അളക്കരുത് കേട്ടോ. You should never measure anybody with. സഭ വരുന്ന സമയത്ത് നമുക്ക് ഗ്രേഡും ഒന്നും വേണ്ട. സഭ വരുമ്പോൾ നമ്മളെല്ലാവരും ആരാ? അവിടെ PhD കാരനൊന്നുമില്ല, അവിടെ 2ാം ക്ലാസ് വരെ പഠിച്ചൊന്നും അങ്ങൊന്നുമില്ല. നമ്മളെല്ലാം ആരാ? ആ ഒരു രീതിയിലെ നമ്മളെല്ലാവരും കാണാവൂ കേട്ടോ. I need this, but I want more than what I need. കർത്താവ് പറയുകയാണ്, ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നീ സൂക്ഷിച്ചോണം, നീ നശിച്ചു പോകും. അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലോകത്ത് ആരും പഠിപ്പിക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കർത്താവ് പറഞ്ഞത്. നോക്കിക്കേ, എ മാൻസ് ലൈഫ് ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ ദി അബണ്ടൻസ് ഓഫ് ഹിസ് പൊസഷൻ. ഇംഗ്ലീഷ്, മലയാളത്തിൽ വായിക്കുന്നത്, ഒരു മനുഷ്യന്റെ, വായിച്ചത്, ഇത് ഈ ലോകം പഠിപ്പിക്കുന്നതിന് വിപരീതമായി യേശു പഠിപ്പിച്ചേ. എന്താ ലോകം പഠിപ്പിക്കുന്നേ? The more you have, the happier you are. The more you have, the wealthier you are. അങ്ങനല്ലേ? അല്ലയോ? നമ്മുടെ ചില കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും വളർന്നു വരുന്ന പിള്ളേർ ഇതിനകത്തുണ്ട്. അവരുടെയും ചിന്ത, നിങ്ങളുടെയൊക്കെ ചിലരുടെ ചിന്ത, ഐ വാണ്ട് ദിസ്, ഐ വാണ്ട് ദാറ്റ്. നല്ല ചിന്തയാ, പക്ഷെ പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കരുത്.
വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കരുത്. എന്തിനു വേണ്ടി ജീവിക്കണമെന്നാ കർത്താവ് പഠിപ്പിക്കുന്നേ? മനസ്സിലാവുന്നുണ്ടല്ലോ? യേശു പഠിപ്പിച്ചത് ഈ ലോകത്തിൻ്റെ വേൾഡ് വ്യൂ എന്താണെന്നറിയാമോ? ദ മോർ യു ഹാവ്, ദ മോർ ഇൻഫ്ലുവൻഷ്യൽ യു ആർ. വെൽത്തിയർ യു, ദ മോർ യു ഹാവ്, വെൽത്തിയർ യു ആർ. കർത്താവ് പഠിപ്പിച്ചത്, എടാ അതൊന്നുമല്ല നിന്റെ ജീവന്റെ, ഇങ്ങനല്ല എഴുതിയേക്കുന്നേ, അതല്ല നിന്റെ ജീവന്റെ ആധാരം. നിനക്ക് എത്ര പണം ബാങ്കിലുണ്ടെന്നനുസരിച്ചല്ല, നിനക്ക് എത്ര ഗ്രേഡ് ഉണ്ടെന്നനുസരിച്ചല്ല, നിനക്ക് എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെന്നല്ല നിന്റെ ജീവിതത്തിന്റെ ആധാരം. അല്ല, അങ്ങനല്ലേ കർത്താവ് പഠിപ്പിച്ചേ? എ മാൻസ് ലൈഫ്, എ വുമൺസ് ലൈഫ് doesn't depend on the abundance of their possession. വേദപുസ്തകം നന്നായി പഠിച്ചാൽ, പ്രത്യേകിച്ചും യേശു ക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും ഉപദേശങ്ങൾ പഠിച്ചാൽ, പൊസഷൻസ് ആർ ഒബ്സ്റ്റക്കിൾസ് ടു ഡിസൈപ്പിൾഷിപ്പ്. ഒരു നല്ല ശിഷ്യനായിരിക്കാൻ സാധിക്കാതെ നിന്നെ തടയുന്നത് നിനക്കുള്ള പൊസഷൻസ് ആണ്. പൊസഷൻസ് നല്ലതാണ്. We must possess our possessions rather than the possession possessing us. നമ്മളായിരിക്കണം കൺട്രോള്. എന്തോത്തിന്റെ കൺട്രോള്? പൊസഷൻ്റെ. അല്ലാതെ പൊസഷൻ നമ്മളെ കൺട്രോൾ ചെയ്യരുത്. തുടർന്ന് നമുക്ക് നോക്കാം. എ മാൻസ് ലൈഫ് doesn't depend upon the abundance എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ. ചില പിള്ളേർ ചോദിക്കും, അവനങ്ങ് പറയും, അവൻ്റെ കാശിട്ടങ്ങ് സ്പ്ലാഷ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ടോ? He has so much money to splash. ബെന്നിയൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ബെന്നി ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഇരിപ്പുണ്ട്. കർത്താവ് പറഞ്ഞത് ആ ഓവർഫ്ലോയ്ക്കകത്തൊന്നും ഒരു കാര്യമില്ല കേട്ടോ. There is nothing to do with your overflow. എന്നിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്. ഊമ വായിച്ചാട്ടെ. മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എന്റെ വിളവ് കൂട്ടി വയ്ക്കുവാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. മതി. A farmer had abundance of crop. അങ്ങനല്ല എഴുതിയേക്കുന്നേ, അല്ലയോ? ഓവർഫ്ലോ അല്ലേ അത്? അതുകൊണ്ട് അവൻ തൃപ്തിപ്പെടേണ്ടതല്ലേ? അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നോക്കിക്കേ ആ ചോദ്യം. He became anxious instead of rejoicing. ധനം കൂടിയപ്പോ സന്തോഷിക്കേണ്ടതിന് പകരം അവന് ആങ്സൈറ്റിയാണ് വന്നത്. നോക്കിക്കേ, വാട്ട് ഷാൽ ഐ ഡു? ഈ ചോദ്യം ആര് ചോദിക്കുന്ന ചോദ്യമാണ്? സാധാരണയായി, ഓ മൈ ഗാഡ്, വാട്ട് ഷാൽ ഐ ഡു? ഇതാര് ചോദിക്കുന്നതാ? ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവൻ ചോദിക്കുന്ന ചോദ്യമാ കേട്ടോ. ഒരു ഓർഫൻ ചോദിക്കുന്ന ചോദ്യമാ. ഒരു വിഡോ ചോദിക്കുന്ന ചോദ്യമാ. വാട്ട് ഷാൽ ഐ ഡു? I have no place to lay my head. I have no meals. I have nobody to take care of me. യവൻ അതുപോലെ ഒരുത്തനായി മാറി. വാട്ട് ഷാൽ ഐ ഡു? യവൻ അങ്ങനെ ചോദിച്ചതിൻ്റെ കാര്യം എനിക്കങ്ങ് പെരുകി. വാട്ട് ഷാൽ ഐ ഡു? എന്നിട്ട് നോക്കിക്കേ, വിചാരിച്ചു എന്ന് പറഞ്ഞാല് അവൻ ഡയലോഗ് ചെയ്തെന്ന ഈ ഞാൻ ഇനി പറഞ്ഞ കാര്യം പ്രത്യേകിച്ച് ഈ ഇവിടെ വന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. മക്കളെ അറിയാമോ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ? എന്തുവാ എന്നെ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ?
എക്സാക്ട്ലി. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് കൺസിഡർ ചെയ്ത്, റീകൺസിഡർ ചെയ്ത്, ഇവാലുവേറ്റ് ചെയ്ത്, അനാലിസിസ് ചെയ്യുന്ന അതിന് കൊടുത്തിരിക്കുന്ന പേരാണ്. എന്ന് പറഞ്ഞാൽ യവന് ധനം കൂടി കഴിഞ്ഞപ്പോൾ എങ്ങനെ ഇനി മുമ്പോട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ നന്നായി ഹി ക്രിട്ടിക്കലി ഇവാലുവേറ്റഡ് എവറിത്തിങ്. ഹി കെയിം ടു എ കൺക്ലൂഷൻ. ആ കൺക്ലൂഷൻ എന്താണെന്ന് നോക്കിക്കേ. പിന്നെ അവൻ പറഞ്ഞത്, ആ ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ ഉള്ളവും വസ്തുവും I will pull down what I have now and I will extend. അങ്ങനല്ലയോ? യവൻ ഇപ്പോൾ ആരായി മാറിയെന്നറിയാമോ? ഇതുവരെ അവൻ ഫാർമർ ആയിരുന്നു. ഇപ്പോൾ അവൻ ബാൺ എന്ന വാക്ക് അത് മെഡിക്കൽ ഇമേജറിയാണ്. ഫാർമസിസ്റ്റുമായി ബന്ധപ്പെട്ട്, ഫാർമക്കോളജിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഈ അപ്പോത്തേക്കേരി ഇത് കേട്ടിട്ടുണ്ടോ? എന്തോ ശാന്തമ്മ സിസ്റ്ററെ അപ്പോത്തേക്കേരി എന്ന് പറഞ്ഞാൽ? സോറി ഉണ്ട്, എല്ലാവരെയും ഓൺ ദ സ്പോട്ടിൽ ഈ പേര് വിളിക്കുന്നുണ്ട്. ഒരു ഡോക്ടർ സംബന്ധമായ ഇടപാടാ, മരുന്ന് വിൽപ്പന. യവൻ ആരായി മാറി? യവൻ ബിസിനസ്സുകാരനായി മാറി. കർത്താവ് പഠിപ്പിക്കുകയാണ്, ഓരോ ലൈഫിൻ്റെ ഓരോ ചേഞ്ച്. എനിക്കറിയാം ഇത് ലൈവ് പോകുന്നെന്നറിയാം. ഒരിക്കൽ ഞാൻ ഇവിടത്ത് ചെന്ന സമയത്ത് ഏതാണ്ട് 2010, 11, 12 വർഷങ്ങളിലാണ് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചെന്ന സമയത്ത് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, ആ മുറിക്കകത്ത് ഇരിക്കാൻ വയ്യാത്തതുപോലെ, സ്പേസ് ഇല്ലാത്തതുപോലെ സഹോദരന്മാർ, ഒരുപാട് സഹോദരങ്ങൾ. എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. എടാ, ഇത്രയും പേരെ, സാധാരണ സഹോദരിമാരാ കൂടുതലും പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നത്. എൻ്റെ ഈ അതിശയം കെട്ടിച്ച് അടുത്തിരുന്ന് ഒത്തും പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, യവന്മാർക്കാർക്കും ജോലിയില്ല, അതുകൊണ്ടാണ് വന്നേക്കുന്നത്. കാരണം ആ രാജ്യത്തെ ആണുങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഇല്ലായിരുന്നു. ഇപ്പം ചെന്ന ഒരൊറ്റ ഒരെണ്ണത്തിനെ കിട്ടാൻ പ്രയാസമാണ്. എന്ന് പറഞ്ഞാൽ ലെവലും മാറി. ഇപ്പം ആണ്ട് പിടി കിട്ടിയെന്ന് തോന്നുന്നില്ല, ലെവല് മാറിപ്പോയി. അപ്പൊ ഫാർമറായി ഇരുന്നവൻ അവൻ ആരായി മാറി? ബിസിനസ്സുകാരനായി മാറി. അങ്ങനെ അവന്റെ ലെവല് മാറി. എന്നിട്ട് അവൻ പറയണം, ഐ ഹാവ് നോ റൂം. പക്ഷേ യവൻ ഒന്നുകൂടെ ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് ചെയ്തായിരുന്നെങ്കിൽ യവന് മനസ്സിലായേനെ, there were so many rooms. Thousands and thousands of orphans and fatherless and widows ഉണ്ടായിരുന്നു. അവൻ്റെയൊക്കെ വീട്ടിൽ, അവരുടെയൊക്കെ വീട്ടിൽ സ്ഥലം ഉണ്ടായിരുന്നു. But he never thought about the fatherless and the widows and the orphan and the children. അവൻ്റെ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ സെൽഫ് സെൻറ്റേർഡ് ആയിപ്പോയി കേട്ടോ. So what happened? പറയാണ്, വരാനിരിക്കുന്ന വർഷത്തേക്ക് എനിക്ക് കരുതണം, ക്ഷാമം ഉണ്ടാകും. എൻ്റെ ബാൺ എക്സ്റ്റെൻഡ് ചെയ്ത വർഷങ്ങളിലേക്കുള്ള ഗ്രെയിൻ അതിനകത്ത് ഞാൻ സമ്പാദിച്ചു വെക്കും. എന്തിനാണെന്നറിയാമോ? ഹീസ് എ വെരി ഷ്രൂഡ് ബിസിനസ്മാൻ. അവനറിയാം, ക്ഷാമം വരുന്ന സമയത്ത് യവൻ്റെ അടുത്ത് വരും എല്ലാവരും. നോക്കണേ, എനിക്ക് തോന്നുന്നു അവനെ കണ്ട ഒരു മലയാളിയെ പോലെ തോന്നും. ക്ഷാമം വരുന്ന സമയത്ത് ഇവരെല്ലാം എൻ്റെ അടുത്ത് വരും. വരുന്ന സമയത്ത് ഐ ക്യാൻ മേക്ക് ദ പൂർ പൂറർ. 4ഉം 5ഉം ഇരട്ടി വിലയ്ക്ക് ഇവന് വിൽക്കാം. മനസ്സിലായോ? അങ്ങനെ അവൻ ചിന്തിച്ച് ബാണെല്ലാം പണിയാൻ വേണ്ടി
അവൻ അങ്ങനെ ഇരിക്കുകയാണ്. കർത്താവ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, തന്നോട് തന്നെ അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നോക്കിക്കേ, നമുക്കതെല്ലാം പതുക്കെ ഓരോന്ന് നോക്കണേ. ടേക്ക് ലൈഫ് ഈസി. ടേക്ക് ലൈഫ് ഈസി എന്തൊക്കെ പറഞ്ഞേ? ടേക്ക് റെസ്റ്റ്, ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മെറി. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മെറി. ടേക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിഫ്രഷ്, റെസ്റ്റ്. ഈ റെസ്റ്റ് പുസ്തകത്തിൽ കൊടുക്കുന്നത് ആരാന്നറിയാമോ? മത്തായി സുവിശേഷം 11:28 കർത്താവ് പറഞ്ഞ റെസ്റ്റാണ്. എന്താണ്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരും. ഇത് ഇദ്ദേഹം തന്നെത്താനങ്ങ് പുള്ളി വിചാരിച്ചു, വേറെ എങ്ങും റെസ്റ്റ് ഇല്ല, എനിക്ക് തന്നെ എൻ്റെ കഴിവും മിടുക്കും എൻ്റെ പണവും കൊണ്ട് തന്നെ ഐ വിൽ ഹാവ് റെസ്റ്റ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ആരെയും കൂസണ്ടെന്ന് പറയും പച്ച മലയാളത്തിൽ, അല്ലേ? ഞാൻ ഉണ്ടാക്കും. ഐ വിൽ ഹാവ് റെസ്റ്റ്. അടുത്തത് ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മാരീഡ് എന്നല്ല, ബി മെറി. ആ മെറി എന്നാൽ സെലിബ്രേറ്റ്, ഫീസ്റ്റ്. അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഐ വിൽ പുട്ട് മൈ മൈൻഡ് ഇൻ എ സ്റ്റേബിൾ സ്റ്റേറ്റ്. അതാണ് ഫീസ്റ്റും സെലിബ്രേഷനും. മേക്കിംഗ് സംബഡീസ് മൈൻഡ് ഇൻ എ ഗുഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചിയർഫുൾ. എന്താ പറഞ്ഞത്? മേക്കിംഗ് സംബഡീസ് മൈൻഡ് ഇൻ എ സ്റ്റേബിൾ സ്റ്റേറ്റ്. അതിൻ്റെ പേരാണ് മെറി. ഇനി ശ്രദ്ധിച്ചാട്ടെ, ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മെറി. യവൻ ഈ പറഞ്ഞത് ക്രിസ്തുവിന് മുൻപ് 300 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു എപ്പിക്യൂരിയൻ ഫിലോസഫിയാണ് ഈ പുള്ളി കോട്ട് ചെയ്തത്. എന്താ ഫിലോസഫി? ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മെറി. പക്ഷെ ഈ മണ്ടൻ, അവനെ മണ്ടൻ തന്നെ വിളിക്കുന്നുണ്ട്, ഇവൻ പകുതിയെ കോട്ട് ചെയ്തുള്ളൂ. നമ്മൾ ചിലരൊക്കെ മുറിവാക്യം എടുത്ത് പ്രസംഗിക്കുന്ന പോലെ, ഒരു മുറിവാക്യം എടുത്തേച്ച് അതിൻ്റെ വാലും തലയൊന്നും ഇല്ലാതെ, ഇല്ലേ? അതുപോലെ യവൻ പകുതി വെച്ചു. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മെറി. പക്ഷെ അതിൻ്റെ ബാക്കിയുണ്ട്, ടുമാറോ യു വിൽ ഡയറ്റോ അല്ല, ടുമാറോ യു വിൽ ഡൈ. യവൻ ഇത് പറഞ്ഞില്ല. യവന്റെ വിചാരം, യവന്റെ ബാണങ്ങോട്ട് വലുതായി, ഇതിനകത്ത് ധനം അങ്ങോട്ട് പെരുത്ത്, യവൻ വീണ്ടും വീണ്ടും കച്ചവടം ചെയ്ത് പണമുണ്ടാക്കി ധനികനാകാം, യവന് ഇനി മരണമില്ല എന്നുള്ള രീതിയിലുള്ള സംസാരവും അവൻ്റെ മനസ്സ് ആ സ്റ്റേബിൾ സ്റ്റേറ്റിലാക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മെറി. ഇത്രയും പറഞ്ഞ് നിർത്തി. അടുത്ത വാക്യം വായിച്ചേ. എന്താ പറഞ്ഞേ? യവനെങ്ങനെ മൂഢനായ, ഇത്രയും വലിയ ധനവാനായ ഈ മനുഷ്യൻ, ആ മൂഢ എന്നുള്ള വാക്കുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ കണ്ട ബി മെറിയുടെ ഓപ്പോസിറ്റാണ്. എന്താ ബി മെറി എന്ന് പറഞ്ഞ? എന്താ? മൈൻഡ് ഇൻ എ സ്റ്റേബിൾ സ്റ്റേറ്റ്. കർത്താവ് എന്താ വിളിച്ചേ? മൂഢ മീൻസ് യുവർ മൈൻഡ് ഈസ് ഇൻ ആൻ അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. ഇതാണ് ലോകവും കർത്താവും ഒരാളിനെ നോക്കുമ്പോൾ. ഈ സമയം ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, ഈ സമയത്ത് നമുക്ക് ചിലതൊക്കെ നന്നായി തോന്നും.
നമ്മുടെ ചില വിചാരങ്ങളും നമ്മൾ ചെയ്ത ചില പ്രവൃത്തികളും നമ്മുടെ ചില കൊടുക്കൽ വാങ്ങലുകളും ചില സംസാരങ്ങളും ഒക്കെ നല്ലതായിട്ട് തോന്നും. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ്. മൂഢ മീൻസ് യു ഡോണ്ട് ഹാവ് എ സ്റ്റേബിൾ മൈൻഡ്. അടുത്തത് കർത്താവ് ചോദിക്കുകയാണ്, നിന്നോട് ഈ രാത്രി നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത്, നീ പണിഞ്ഞ എക്സ്റ്റൻഷനും നീ ഉണ്ടാക്കി വെച്ച ഈ ഗ്രെയിനും നീ പറഞ്ഞ നിന്റെ സ്റ്റേബിൾ മൈൻഡും ഇതൊക്കെ വട്ടപൂജ്യമായി പോകും മോനെ. കർത്താവ് പഠിപ്പിച്ചതാ കേട്ടോ. ഇത് നന്നായി മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരനായ യാക്കോബ് ലേഖനം എഴുതുമ്പോൾ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നമുക്ക് വായിക്കണം. വായിച്ചാട്ടെ, 4-ാം അധ്യായം, ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സസ് 13 to 17. Okay. Now listen. ആരാ? യാക്കോബ് പറയാ കേട്ടോ. You who say today or tomorrow we will go to this city or that city, spend a year there, carry on business and make money. ഇവിടെ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മളും ഇങ്ങനെല്ലാം പ്ലാൻ ചെയ്യും. പ്ലാനിങ് ഏറ്റവും നല്ല സ്ട്രാറ്റജി നല്ലതാണ് കേട്ടോ. പൗലോസ് സ്ട്രാറ്റജൈസ് ചെയ്തു, പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ ചേഞ്ച് ചെയ്തു കേട്ടോ. പരിശുദ്ധാത്മാവ് പലരുടെയും ട്രാവൽ പ്ലാൻ ചേഞ്ച് ചെയ്യും. പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് വിൽ ഗൈഡ്, വിൽ ഡയറക്റ്റ് ആൻഡ് റീഡയറക്റ്റ്. ചിലത് അടയ്ക്കും, പരിശുദ്ധാത്മാവ് ചില വഴി അടയ്ക്കും, ചിലത് തുറക്കും. When God closes a door, don't open a window. മലയാളി തുറക്കും, നമ്മൾ തുറക്കും. ദൈവം ഒരു വഴി അടച്ചാൽ ജനൽ തുറക്കരുത്. നമ്മൾ എന്ത് സ്മാർട്ടാണെന്നറിയാമോ? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ യാക്കോബ് ഇതോടൊപ്പമുള്ള ബന്ധത്തിൽ പറഞ്ഞ ഈ തീമിനോടൊപ്പം ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. Now listen, he says, you who say today or tomorrow we will go to this or that city, spend a year there, carry on business and make money. Why? You do not even know what will happen tomorrow. What is your life? You are a mist that appears for a little while and then vanishes. Instead, you ought to say, if it is the Lord's will, we will live and do this or that. As it is, you boast in your arrogant schemes. All such boasting is evil. If anyone then knows the good they ought to do and doesn't do it, it is sin for them. What Jesus is saying, what James is saying is this: wealth and property do not prolong someone's life. മനസ്സിലായല്ലോ? Wealth or property or possessions do not prolong anyone's life. So God called this man, a farmer, a businessman, fool. That means his mind is unstable and he did not think of his maker and his soul. ഇനി എന്നിട്ട് കർത്താവ് പറയുകയാണ്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം എങ്ങനാകുന്നു? അവനത് അനുഭവിക്കില്ല. അപ്പൊ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ?
എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ചെയ്യാനുണ്ടെങ്കിൽ ആത്മീയ വിഷയമായുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ജോജി തന്നോടൊപ്പം കുറേ ടീം അവിടെ ഇവിടെ പല പട്ടണങ്ങളിൽ, അവരെല്ലാം ഫുൾ ടൈം ജോബുള്ളവരാണ്, അവർക്ക് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഫുൾ ടൈം ജോബിൻ്റെ കമ്മിറ്റ്മെൻറ്റും ഫാമിലി കമ്മിറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞാണ് ഇത്രയും നന്നായി അവരെല്ലാം ഓർഗനൈസ് ചെയ്തത്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ദൈവമക്കളെ, നമുക്ക് ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യവും നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഞാൻ വിചാരിക്കാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ മിഷണറിമാരായി തീർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് കേട്ടേച്ച് നാളെ ഇനി ഞാൻ ഇവിടുത്തെ പാസ്റ്റർ എന്ന് പറഞ്ഞ ആരും കയറി വരരുത്. കർത്താവിൻ്റെ വേലക്കാരായി, ദൈവം നമുക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് കർത്താവിൻ്റെ വേലക്കാരായി ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ, പിള്ളേരെല്ലാം മിഷണറിമാരാകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരുടെ ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ, അവർ പണം ഉണ്ടാക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ചെറുപ്പക്കാരായി നമ്മുടെ തലമുറകളെല്ലാം മാറണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. സ്തോത്രം. കർത്താവ് ഇത് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവിടെ നിർത്തുന്നില്ല, അതിൻ്റെ ബാക്കിയുണ്ട്. ദയവായി നമുക്ക് വായിക്കാം. 22 മുതലുള്ള വാക്യങ്ങൾ ദയവായി വായിച്ചാട്ടെ. Don't be anxious. അപ്പൊ നിങ്ങൾ വിചാരിക്കട്ടെ, ഞാൻ ഒന്നും കരുതിയില്ലെങ്കിൽ ഞാൻ വല്ലാതായി പോലെ കർത്താവ് അത്രയും പഠിപ്പിച്ച് നിർത്തിയില്ല. ഡോണ്ട് ബി ആങ്ഷ്യസ് എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റിയുടെ എന്ന വാക്കിന്റെ അർത്ഥം അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദം പുൾ അപ്പാർട്ട്, പുള്ളിങ് ഇൻ 4 ഡിഫറെന്റ് ഡിറക്ഷൻസ് ആണ്. ഉദാഹരണമായിട്ട് ഒരാളിനെ ഇവിടെ പിടിച്ചു നിർത്തി ആ ആളിനെ 4 വശത്തേക്കും വലിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കും. ആങ്സൈറ്റി, ഒരാൾക്ക് ആങ്സൈറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് അങ്ങനെ ഇരിക്കും. എങ്ങനെ ഇരിക്കും? 4 ഭാഗത്തേക്കും പുള്ള് ചെയ്ത വലിച്ചു കീറുന്നത് പോലുള്ള അനുഭവം. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് കർത്താവ് പറയാണ് വേണ്ട. ആങ്സൈറ്റിക്ക് ഒരു പ്ലേസ് കർത്താവിൽ വേണ്ട. ഡോണ്ട് ബി ആങ്ഷ്യസ്. ഇനി കർത്താവ് അങ്ങനെ പറഞ്ഞ് തിയറി പഠിപ്പിക്കുകയല്ല, കർത്താവ് പഠിപ്പിക്കാൻ പോകുന്നത് 2 പേരെ നോക്കണം. ഒന്നൊരു പ്ലാൻ കിങ്ഡം, 2 ആനിമൽ കിങ്ഡം. എന്താണ് ആനിമൽ കിങ്ഡം? നോക്കിക്കേ. നിങ്ങൾ വിചാരപ്പെടരുത് എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്ന് വെച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങൾ ആരെ നോക്കണം? അതിന് നമുക്ക് എവിടുന്ന സമയം? ആരെ നോക്കാനാ? മറ്റ് സുവിശേഷങ്ങളിൽ ബേർഡ്സ് ഓഫ് ദി എയർ എന്നാ കേട്ടോ. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന, ലൂക്കോസിൽ കൊടുത്തിരിക്കുന്നത് റേവൻസ് എന്നാ. റേവൻസ്. ലെവിറ്റിക്കസ് പഠിക്കുന്ന സമയത്ത് റേവൻസ് ആർ ദ മോസ്റ്റ് അഗ്ലിയസ്റ്റ് ബേർഡ്സ്. നികൃഷ്ടമായ ഒരു പക്ഷിയെ യേശു ഉദാഹരണത്തിനായി എടുത്തു. എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഒരു സൃഷ്ടി, ആർക്കും വേണ്ടാത്ത കാക്ക, റേവൻസ്. അതിനെ കർത്താവ് എടുത്തിട്ട് പറഞ്ഞു, കാക്കയെ നോക്കൂ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കൺസിഡർ എന്നാണ്. എന്ന് പറഞ്ഞാൽ യു കൺസിഡർ മീൻസ് ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം. ദാറ്റ് മീൻസ് ഫ്രം ഇറ്റ്സ് ഇൻസെപ്ഷൻ, ഫ്രം ഇറ്റ്സ് ബർത്ത് ടു ഇറ്റ്സ് ഡെത്ത്. ജീവിതം മുഴുവനും ഫ്രം ടോപ്പ് ടു ബോട്ടം യു കൺസിഡർ. അടുത്ത് നോക്കിക്കേ. കാക്ക അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ഇല്ല മനുഷ്യനെ പോലെ അവന്റെ ബാണ് കളപ്പുര എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നോക്കിക്കേ, അല്ലല്ല, അത് നമ്മൾ വിട്ടുപോകരുത്. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ഡികശാല. അതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന വാക്കല്ലേ? അന്നോ
എടാ ഇന്ന് ഞാൻ നോക്കണം നമ്മുടെ പാണ്ഡികശാല എന്തോടെന്ന് നമ്മളാരും പറയാറില്ലല്ലോ. അപ്പം അത് കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, ഈ മനുഷ്യനെ പോലുള്ളതായ യാതൊരു സാമഗ്രികളും ഇല്ല, അവന് ബാണില്ല, കളപ്പുരയില്ല. പക്ഷെ ഒരു കാര്യം കൂടി ഇല്ല. എന്താ ഇല്ല? എന്താ ഈ പാണ്ഡികശാല എന്ന് പറഞ്ഞാൽ? സ്റ്റോർ റൂം. ഇതിൻ്റെ കറക്റ്റ് പേരാണ് പാൻട്രി എന്ന് പറയും. പാൻട്രി. എന്താ പാൻട്രി എന്ന് പറഞ്ഞാൽ? എന്താ മോളെ പാൻട്രി എന്ന് പറഞ്ഞാൽ? കിച്ചൺ അല്ല, കിച്ചണിന്റെ അകത്ത് ചില അമ്മമാരൊക്കെ ആരും കാണാതെ ഏറ്റവും ഇന്നർമോസ്റ്റ് റൂമിൽ അങ്ങേ അറ്റത്ത്, കബോർഡിന്റെ അങ്ങേ അറ്റത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന, ലാസ്റ്റ് മിനിറ്റിൽ എടുക്കാൻ വെച്ചിരിക്കുന്ന സ്റ്റോർ റൂം. പിള്ളേരെ പേടിച്ചൊക്കെ അവിടെ കൊണ്ടുവെക്കും. ചില ഭർത്താക്കന്മാരെ പേടിച്ച് കാശ് കൊണ്ടുവെക്കും അവിടെയൊക്കെ. അങ്ങനെയുള്ള ഇന്നർമോസ്റ്റ് റൂം ഉണ്ടല്ലോ, ഏതെങ്കിലും എമർജൻസി ഫണ്ടെന്ന് വേണേ പറയാം കേട്ടോ. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ എനിക്കിത് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ച് അവസാനം വരെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോർ റൂമും അതിനില്ല. അടുത്ത വാക്യം നോക്കിയേ. എങ്കിലും, അങ്ങനല്ലേ, എങ്കിലും ആർക്കും വേണ്ടാത്ത ഒരു ജീവി, അത് കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, അതിന് യാതൊരു വിധമായ റിസോഴ്സസും ഇല്ല. ബട്ട് എങ്കിലും ദൈവം അതിനെ, കണ്ടോ, ആർക്കും വേണ്ടാത്ത ഒന്നിനെ ദൈവം എത്ര ഭംഗിയായി പുലർത്തുന്നുവെങ്കിൽ അവന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നിന്നെയും എന്നെയും കരുതുവാൻ എത്രയധികം ദൈവം നമുക്ക് വേണ്ടി കരുതുവല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായ വ്യക്തികളുണ്ട്. നാട്ടിൽ നിന്ന് എത്ര ഉണ്ടോന്നായിരുന്നു, ഇപ്പം എത്ര ഉണ്ട്? ദൈവത്തിൻ്റെ കരുണയല്ലേ? അല്ലേ? നമ്മൾ കരുതി വെച്ചൊന്നും അല്ല, ദൈവം നമുക്ക് വേണ്ടി കരുതിയ. ഞാൻ പറഞ്ഞല്ലോ 95 ഇവിടെ എത്തി. ആദ്യമായിട്ടാണ് ഇന്ത്യ വിടുന്നത്. ഒന്ന് രണ്ട് സാഹിബന്മാരെ ഞാൻ പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിലും അവരൊക്കെ കൂടുതലും ആൾക്കാരെ കാണുന്ന ഈ രാജ്യത്ത് വന്ന മഹാ തണുപ്പ്, വലിയ തണുപ്പ്, ഭയങ്കര 3 മണി 4 മണി ആകുമ്പോഴത്തേന് ഇരുട്ടാവും. അറിയാമല്ലോ എല്ലാവർക്കും. നവംബർ ഡിസംബർ ആകുമ്പോഴത്തേന് ആകെ അങ്ങ് മൂഡ് ഓഫ്, ഭയങ്കര തണുപ്പ്. ഞാൻ ഒരു ജാക്കറ്റ് മേടിക്കാൻ വേണ്ടി ലിറ്റിൽ ബൂട്ട്സ് എന്ന് പറഞ്ഞ അന്ന് കടയുണ്ടായിരുന്നു. ഇന്ന് അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഷീബൊക്കെ തല ഉരുക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി ഒരു ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ല, ഈ തണുപ്പത്തിടുന്ന ജാക്കറ്റ് 40 പൗണ്ടാണ്. എനിക്ക് അന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്നത്തെ പൗണ്ടിനെ ഞാൻ ഇന്ത്യൻ മണി കൊണ്ട് ഗുണിക്കായിരുന്നു. ഗുണിച്ചപ്പോൾ എനിക്ക് 4 മാസത്തെ എൻ്റെ അവിടുത്തെ ശമ്പളം, അന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന 4 മാസത്തെങ്കിലും അന്നത്തെ ശമ്പളം ഉണ്ടെങ്കിലേ ജാക്കറ്റ് മേടിക്കാം. അന്ന് ഞാനൊരു സ്റ്റുഡൻ്റാണ് കേട്ടോ. അത് കൊടുത്ത് മേടിക്കാനുള്ള പണം എൻ്റെ കയ്യിലില്ല. നമ്മളാരും നിങ്ങൾ ഗുണിക്കാറുണ്ടോ? സ്വോത്രാഴ്ച ഇടാൻ നേരം ഗുണിക്കും, നാട്ടിൽ പോകുമ്പോഴും ഗുണിക്കും. ഞാൻ വിചാരിച്ചടാ മലയാളി വേറെ ആരും ഇവിടെങ്ങുമില്ല, എന്നെ ആര് കാണാനാ, ഞാൻ എന്തോ ഇട്ടാല് സെക്കൻഡ് ഹാൻഡ് ഇടാം. ഞാനുള്ള ചാരിറ്റി ഷോപ്പിൽ പോയി ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ, ഹെൽപ്പ് ദി ഏജ്ഡ് എന്ന് പറഞ്ഞുള്ള ഒരുപാട് ചാരിറ്റി ഷോപ്പുണ്ട്. ആദ്യമായിട്ടാ സെക്കൻഡ് ഹാൻഡ് ഷോപ്പ്. ഇന്ത്യയിലില്ലല്ലോ ഒന്നും. ഇപ്പം കാണുവാർ അറിയത്തില്ല. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ 5 പൗണ്ടേ ഉള്ളൂ എനിക്ക് മേടിക്കാം. പക്ഷേ എന്നെ പോലെ വേറെ ഒരുത്തിനൂടെ അതിനകത്തൂടെ കയറാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് നേവി ബ്ലൂ, മീഡിയം സൈസ്. ഞാൻ ലിറ്റിൽ വുഡ്സിൽ പോയി ഇതെടുത്തു, പക്ഷെ പണമില്ലാത്തതുകൊണ്ട് തിരിച്ചിട്ടു. അതൊരു സാറ്റർഡേ ആണ്.
ഞാൻ സൺഡേയിൽ ഓക്സ്ഫോർഡിൽ ഒരു ചർച്ചിൽ ആരാധന പോകുന്ന 2-3 ആഴ്ച ആയതേ ഉള്ളൂ ഞാൻ വന്നിട്ട് ആ നാട്ടിൽ. ആരാധന കഴിഞ്ഞ ഒരു സായിപ്പ്, ഒരു മാതാമയും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് അന്ന് ഞാൻ ബാച്ചിലറാണ് കേട്ടോ, ബാച്ചിലർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്നെ കണ്ടാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു അന്ന്. നിനക്ക് നാളെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്ലാസ് ഉണ്ട്. ഇന്നടത്ത് വരാമെന്ന് ചോദിച്ചു. 1 o'clock 2 o'clock. ഞാൻ പറഞ്ഞു വരാം. ഞാൻ കറക്റ്റ് 2 മണിയായപ്പോൾ, അന്ന് എനിക്ക് ചവിട്ട് സൈക്കിളാണ്. ചവിട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഹീറോ ഹോണ്ട ഒന്നുമല്ല, അത് നാട്ടിലായിരുന്നു. ബൈസൈക്കിൾ അതേൽ അത് ഒരു 2-3 ആഴ്ച കഴിഞ്ഞേച്ച് അതങ്ങ് പോയി. കാരണം എന്നെക്കാട്ടി ആവശ്യമുള്ള വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു, അതങ്ങ് എടുത്തുകൊണ്ട് പോയി. ഞാൻ ആ സൈക്കിളും ഉണ്ടെന്ന് അവിടെ പൂട്ടി വെച്ചു. കറക്റ്റ് സായിപ്പ് മാതാമേ അവിടെ കാത്തു നിൽപ്പുണ്ട്. എന്നെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയി കടയ്ക്കകത്തൂടെ കയറി ലിറ്റിൽ വുഡ്സിൻ്റെ അവിടെ വന്നു. ലിറ്റിൽ വുഡ്സിൻ്റെ അവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഏതാണ്ട് സാധനം മേടിക്കാൻ പോവുകയാണ്. എന്നെ അവർ നോക്കി ജാക്കറ്റിൻ്റെ അടുത്ത് വന്നു. ഞാൻ ആ കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് പോയ, ആരും ഒന്നൊന്നും സംസാരിക്കുന്നില്ല, ഇട്ടിട്ട് പോയ നേവി ബ്ലൂ ജാക്കറ്റ്, 40 പൗണ്ട്. അതെനിക്കറിയാം എത്ര വിലയാണെന്ന്. അവർ വിലയൊന്നും നോക്കിയില്ല, അതെടുത്ത് എൻ്റെ കയ്യിലോട്ട് തരികയാണ്. ഞാൻ മലയാളിയായ ഞാൻ താങ്ക് യു പറയേണ്ടതിന് പകരം എന്തിനാണ് ഇത് മേടിക്കുന്നേ എന്നൊക്കെ ഉള്ളത്. നമ്മളുണ്ടല്ലോ, ആരെങ്കിലും ഫുഡ് കഴിക്കാതെ പറഞ്ഞാൽ വേണ്ടെന്നൊക്കെ ആദ്യമല്ലേ നമ്മൾ പറയുന്നേ. അവസാനം പിന്നെ നമുക്കറിയാം പിടിച്ചേൽപ്പിക്കും. അതുകൊണ്ടാണ്. അതുപോലെ ഞാൻ മലയാളിയായ ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ അവരെ കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കെന്നാ സെക്കൻഡ് ഹാൻഡ് കടയിൽ പോകാം. അങ്ങനെ എനിക്കറിയാൻ വയ്യാത്ത സെക്കൻഡ് ഹാൻഡ് കടയിൽ അവരെന്നെ കൊണ്ടുപോയി, എല്ലായിടത്തും കൊണ്ടുപോയി വെച്ച് പറഞ്ഞു, യു നീഡ് ടു ബി ഹിയർ അറ്റ്ലീസ്റ്റ് ഫോർ 3 years, യു നീഡ് എ ബ്രാൻഡ് ന്യൂ ജാക്കറ്റ്. എന്നിട്ട് എന്നെ തിരിച്ചിവിടെ കൊണ്ടുവന്നു ജാക്കറ്റ് മേടിച്ച് ബില്ല് അവർ പേ ചെയ്ത് എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞു നിന്ന് കരഞ്ഞതുപോലെ ഞാൻ നിന്ന് കരഞ്ഞുപോയി. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിത് മേടിച്ചത്? അടുത്ത വാചകമാണ് എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തത്. പറഞ്ഞു, കഴിഞ്ഞ രാത്രി ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു, നിനക്കൊരു ജാക്കറ്റ് വേണമെന്ന്. എത്ര വർഷമായെന്നറിയാമോ? 31 വർഷമായി എൻ്റെ വണ്ടി കിടപ്പുണ്ട് ജാക്കറ്റ്. അത് എനിക്ക് ജാക്കറ്റ് 2-3 പിന്നെ ഞാൻ മേടിച്ചു. എനിക്ക് ജാക്കറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, അതെൻ്റെ വണ്ടിയെ ഞാൻ ഇട്ടേക്കുന്നത്. ഞാൻ എവിടെ ചെന്നാലും എനിക്കൊരു കാര്യം അറിയാം, അന്ന് എൻ്റെ സഹോദരങ്ങളോ സഹോദരിമാരോ ആരും നാട്ടിലില്ലാതിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി ആരാണ്ടയുടെ മനസ്സിൽ ദൈവം പറഞ്ഞ് മേടിപ്പിച്ച ആ ജാക്കറ്റ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ആ വണ്ടി കിടക്കുന്നത്. സഹോദരി, ഞാൻ പറയട്ടെ, നമ്മുടെ ആവശ്യങ്ങൾ ഒരു മനുഷ്യനോട് പോലും തുറന്നു പറയാൻ കഴിയാത്ത ആവശ്യങ്ങൾ നമുക്ക് കണ്ടേക്കാം. എന്നാൽ ഇന്ന് ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം, ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമ്മെ കരുതും. നമ്മുടെ ആവശ്യങ്ങൾ എന്ന് ദൈവം നമ്മൾ അറിയുന്നതിന് മുൻപായി തന്നെ അറിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ നന്നായി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ആ കർത്താവ് നിങ്ങൾ വിശ്വസിക്കണം. അതുകൊണ്ട് അതിൻ്റെ പുറകിന് പോകേണ്ട. ദൈവ വിഷയമായി നാം സമ്പന്നരാകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടുന്ന സകല നന്മകളും തരും. അതാണ് ആനിമൽ കിങ്ഡം. 2 പ്ലാൻ കിങ്ഡം. കർത്താവ് പറയുകയാണ്, വയലിലെ താമരയെ നോക്കുവീൻ. അത് എന്തോ ചെയ്യുന്നില്ലെന്നാ എഴുതിയേക്കുന്നേ? താമരയെ നോക്കുവീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല, എന്നാൽ അതിൻ്റെ ബ്രൈറ്റ്നസ് ആൻഡ് റേഡിയൻസ് ആൻഡ് ദ സ്പ്ലെൻഡർ, ഏറ്റവും വലിയ രാജാവ് ജീവിച്ചിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ സ്പ്ലെൻഡറിൻ്റെ അടുത്ത് പോലും വരത്തില്ല. ഇങ്ങനെ വയലിലെ താമരയെയും ആർക്കും വേണ്ടാത്ത റേവൻ പക്ഷികളെയും കരുതുന്നു എങ്കിൽ, സഹോദരി, നിനക്ക് വേണ്ടി ദൈവം എത്രയധികം കരുതും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കണം.
കർത്താവിൻ്റെ വചനം പറയുന്നു, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടൊപ്പം നിനക്ക് വേണ്ടുന്ന അക്കോമഡേഷൻ, ഫുഡ്, ക്ലോത്തിങ്, നിന്റെ വീസയുടെ കാര്യങ്ങൾ, നിനക്ക് വേണ്ടുന്ന ശാരീരിക സൗഖ്യം, ഇതൊക്കെ ദൈവം തരും. പക്ഷെ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും ദൈവവിഷയമായി സമ്പന്നരാകേണ്ടതിനായി എല്ലാവരും ദൈവത്തിൽ സമർപ്പിച്ചു കൊടുത്താട്ടെ. സഹോദര സഹോദരി, അത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹമാകട്ടെ. യൗവനക്കാരെ, യങ് പീപ്പിൾ, ലിസൺ ടു മീ. മേക്ക് ദിസ് യുവർ ഡിസിഷൻ, ലൈഫ് ഡിസിഷൻ ടുഡേ. ലോർഡ്, ഐ വാണ്ട് ടു ബി റിച്ച് ടുവേർഡ്സ് യു. എൻ്റെ ജീവിതത്തിന്റെ ആഗ്രഹം എൻ്റെ കർത്താവിന് വേണ്ടി സമ്പന്നനാകുവാൻ. ഈ ലോകം, അതുകൊണ്ടാണ് പറയുന്നത്, കള്ളന്മാർ മോഷ്ടിക്കുന്നതും തുരുമ്പ് പിന്നെ കെടുക്കുന്നതും. കള്ളന്മാർ മോഷ്ടിക്കാതിരിക്കുന്ന സ്വർഗത്തിൽ നിന്റെ നിക്ഷേപം, നമ്മുടെ വെൽത്ത് അവിടെയാകണം. നമുക്കെല്ലാം ദൈവത്തിൽ ദയവായി എഴുന്നേക്കാം. നാം ഒരു പാട്ടുപാടി നാം ഒരു തീരുമാനമെടുക്കുവാൻ പോകുകയാണ്. ആ പാട്ടെന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു പാട്ടാണ്. ഹല്ലേലൂയ. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. നമ്മുടെ കർത്താവ് അവരെ എത്രയധികം പോറ്റുന്നു. ഈ രാജ്യത്ത് നിന്നെ കൊണ്ടുവന്ന ദൈവം നിന്നെ കൂത്തുകാഴ്ചയാക്കി മാറ്റുകയില്ല. നിന്നെയും നിന്റെ സന്താനങ്ങളെയും ദൈവം അനുഗ്രഹിക്കും, മാനിക്കും. നിന്നെ കൊണ്ടുവന്ന വഴികൾ നീ മറന്നു പോകരുത്. നിന്റെ സ്വന്തം വിവേകത്തിൽ നീ ഊന്നരുത്. ദൈവത്തിൽ ആശ്രയത്തിനായി, ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി. പ്രൈസ് ദി ലോർഡ്. യോശുവ പറഞ്ഞതുപോലെ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. മാമോനെ അല്ല, പണത്തെ അല്ല, മറ്റു ദൈവങ്ങളെ അല്ല, മറ്റു മനുഷ്യരിലല്ല. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയിൽ വിശ്വസിക്കും, യഹോവയിൽ ആരാധിക്കും, യഹോവയെ സേവിക്കും. ഒരു തീരുമാനം ഇന്ന് രാവിലെ സമയം നമ്മളെല്ലാവരും എടുത്താട്ടെ. ലോകത്തിൻ്റെ ഈ മാലിന്യങ്ങൾ, മായകൾ, ലോകം തരുന്ന സ്ഥാനങ്ങൾ, മാനങ്ങൾ, പദവികൾ, പണങ്ങൾ, അതിൻ്റെ പിന്നാലെ പോകുവാനല്ല ദൈവം നമ്മെ വിളിക്കുന്നത്. ദൈവമക്കളെ, ലൈഫ് ഈസ് ഷോർട്ട്. നമ്മുടെ ജീവിതം ഒരു കൊച്ചു ജീവിതം. ആ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നേടേണ്ടതെല്ലാം ആത്മീയരായി നേടുവാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സഭയെ ദൈവം വീണ്ടും ധാരാളം അനുഗ്രഹിക്കട്ടെ. അനേക മിഷണറിമാർ ഈ സഭയിൽ നിന്ന് എഴുന്നേറ്റ് ലോകരാജ്യങ്ങളിൽ പോയി കർത്താവിൻ്റെ സുവിശേഷം വിളിച്ചു പറയുന്ന ഒരു കൂട്ടം വ്യക്തികളെ ഇതിൽ എഴുന്നേൽക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം നമ്മൾ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കും. സ്വർഗീയ കർത്താവേ, ഈ MBCക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദാസൻ പാസ്റ്റർ ഹാൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കുടുംബത്തിലും ആത്മീക സമ്പന്നതയ്ക്കായി ഈ രാവിലെ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവേ, നിന്റെ മക്കൾ അറിയാതിരിക്കുന്ന കരുതിയ വിഷയങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കണമേ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് വി ക്ലെയിം വിക്ടറി. അവരുടെ തലയെ കുനിച്ചു കളയാതെ, അവരുടെ മുഖത്തെ കർത്താവേ, അവരുടെ മുഖം ലജ്ജിച്ചു പോകാതെ കർത്താവിലേക്ക് നോക്കി ജീവിച്ച് അങ്ങയുടെ മഹത്വം കണ്ട് വെളിപ്പെടുന്നത് കണ്ട് സന്തോഷിപ്പാൻ നിന്റെ മക്കൾക്കെല്ലാം നീ കൃപ ചെയ്യണമേ. പല ആവശ്യങ്ങളുമായി ഇവിടെ ഇരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ഞങ്ങൾ ഇന്ന് കേൾക്കപ്പെട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം കർത്താവെ ഭംഗിയായി ദൈവം അവർക്ക് ചെയ്തു കൊടുക്കണമേ. നീ എത്ര വിശ്വസ്തൻ കർത്താവെ. നീ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം. വഴികളെയും വാതിലുകളെയും തുറന്ന് നീ അവരെയും അവരുടെ സന്താനങ്ങളെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ.